ആറന്മുളയിൽ ഇത്തവണ തീ പാറുന്ന പോരാട്ടമാണ്. LDF-നായി വീണ ജോർജും UDF-നായി അബിൻ വർക്കിയുമാണ് അംഗത്തിനിറങ്ങിയിട്ടുള്ളത്. NDAയുടെ സീനിയർ നേതാവായ കുമ്മനം രാജശേഖരൻ കൂടി എത്തിയതോടെ ഇത്തവണ ആറന്മുളയിൽ ഇഞ്ചോടിഞ്ചാണ് മുന്നണികളുടെ പ്രകടനം. ആറന്മുള മണ്ഡലത്തെ കഴിഞ്ഞ 2 ടേമുകളായി LDF-നൊപ്പം ഉറപ്പിച്ചു നിർത്തിയ ഇടതുപക്ഷ സിറ്റിംഗ് മന്ത്രിയും ഒപ്പം തന്നെ നിലവിലത്തെ സിറ്റിംഗ് MLA സ്ഥാനാർത്ഥിയുമായ വീണ ജോർജ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അനുസരിച്ച് ഒരു വലിയ ലിസ്റ്റ് തന്നെ ഇവിടെ ഒന്ന് പ്രസംഗിച്ചു. അത് ശരിക്കും വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്തിട്ടുണ്ട്. അത് വികസനം യാഥാർത്ഥ്യമാക്കുന്നതിൽ അതുകൊണ്ട് അതിന്റെ ഒരു റിസൾട്ട് ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ വന്ന് നിന്ന് പറയുമ്പോൾ അത് പറയുക, അത് പറയാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം. നമ്മൾ പൂർത്തീകരിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ പൂർത്തീകരിക്കാൻ പോകുന്ന കാര്യങ്ങൾ അത് പറയുക എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. നാട് അതിനു വേണ്ടിയിട്ടാണ് വോട്ട് നൽകുന്നത്. ആ വോട്ട്, ഓരോ വോട്ടും വികസനത്തിന് എന്ന് പറഞ്ഞിട്ടാണ് വോട്ട് നേടിയത്. അതുകൊണ്ട് അത് 100% അതിനോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു തുടർച്ച ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്തുണ നല്ല നിലയിൽ ലഭിക്കുന്നുണ്ട്. കുളനട എന്ന ചെറിയ പ്രദേശത്തിനാണോ ഇത്രയും വലിയ ലിസ്റ്റ്? അതെ, കുളനടയിലാണ് ഇത്രയും. 2 പാലങ്ങൾ, നമ്മുടെ ആരോഗ്യകേന്ദ്രം, സ്കൂളിന് 2 ബ്ലോക്കുകൾ, അതുപോലെ നമ്മുടെ ഏലകൾ, നമ്മുടെ റോഡുകൾ, ഇതെല്ലാം കുളനടയിൽ യാഥാർത്ഥ്യമാക്കിയതാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ മത്സരം? എങ്ങനെയുണ്ട് ആറന്മുളയിൽ? ശക്തമായ ത്രികോണ മത്സരം എന്നാണ് പുറത്തു കേൾക്കുന്നത്. നമുക്കങ്ങനെ അനുഭവപ്പെടുന്നില്ല. ഇടതുപക്ഷത്തിന് നല്ല ഭൂരിപക്ഷത്തോടെ വിജയമുണ്ടാകും. സ്വീകരണങ്ങൾക്ക് ആയിരം നന്ദിയുടെ നറുമലരുകൾ അർപ്പിച്ചുകൊണ്ട് ആറന്മുള മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. പ്രചരണം എങ്ങനെ പോകുന്നു? വളരെ നന്നായി പോകുന്നു. പ്രചരണം ഉഷാറാണ്. ഇന്നലെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെല്ലാം വലിയ ആവേശഭരിതരാണ്. ആറന്മുളയിലെ ജനങ്ങളും വളരെ പോസിറ്റീവായിട്ടാണ് ഈ രാഷ്ട്രീയ പോരാട്ടത്തെ കാണുന്നത്. അതുകൊണ്ട് വളരെ മികച്ച ആത്മവിശ്വാസമുണ്ട്. വീണ ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട്, UDF വ്യക്തിഹത്യ നടത്തിക്കൊണ്ടാണ് പ്രചരണം നടത്തുന്നത്. എന്താ മറുപടി അതിനുള്ള? ഞങ്ങൾ ആരെയും വ്യക്തിഹത്യ നടത്തിയിട്ടുള്ളൂ. ഇത് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയം മാത്രമാണ് പറയുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ ദുർഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജ് ഇടിഞ്ഞ് വീണ് ബിന്ദു എന്ന് പറയുന്ന വീട്ടമ്മ മരണപ്പെട്ട കാര്യം പറയണം. അത് വ്യക്തിപരമല്ല. മെഡിക്കൽ കോളേജ്, ഇപ്പൊ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജിൽ കത്തി അമരുന്നതിനെ കുറിച്ച് പറയണം. അത് വ്യക്തിപരമല്ല. വയറ്റിൽ കത്രിക വെച്ച് മറന്ന സംഭവം 3 എണ്ണമാണ് ഉണ്ടായത്. അത് വ്യക്തിപരമല്ല. പലയിടത്തും രോഗി വേണ്ടത്ര ചികിത്സ കിട്ടാതെ മരണപ്പെട്ടത് അത് വ്യക്തിപരമല്ല. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആരോഗ്യ മേഖല ആകെ വെന്റിലേറ്ററിലായ അവസ്ഥയാണെന്ന് പറയുമ്പോൾ അത് വ്യക്തിപരമല്ല. അത് കേരളത്തിലെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്ന് പറയുമ്പോൾ അത് ആക്കിയ അല്ലെങ്കിൽ അത് അങ്ങനെ ആക്കപ്പെട്ട ഒരു അതോറിറ്റി എന്ന് പറഞ്ഞാൽ മന്ത്രിയായിരുന്നു ഇതിന്റെ ഉത്തരവാദി. അത് ആരോഗ്യമന്ത്രിയെ കുറിച്ചാണ് പറയുന്നത്. അതൊരിക്കലും ഒരാളെ പറ്റി വ്യക്തിപരമല്ല. ഇത് ശ്രീമതി ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ശൈലജ ടീച്ചർക്കെതിരെ പറഞ്ഞതാണ്. അതും ആരോഗ്യമന്ത്രിക്കെതിരാണ് പറഞ്ഞത്. ആഭ്യന്തര വകുപ്പിനെതിരെ പറയുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെയാണ് പറയുന്നത്. ഇല്ലെങ്കിൽ KSRTC മന്ത്രിക്കെതിരെ പറയുമ്പോൾ KSRTC മന്ത്രിയാണത്. അതൊന്നും വ്യക്തിപരമല്ല, രാഷ്ട്രീയമാണ്. ഈ നാട്ടിലെ പൊതുവിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അതാത് മന്ത്രിമാർക്കെതിരെ സമരം നടത്തുക, പറയുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകന്റെയും ഉത്തരവാദിത്തമാണ്. അത് മാത്രമേ ഞങ്ങൾ നിറവേറ്റൂ. ഓക്കെ. ആറന്മുളയിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. നമ്മളോടൊപ്പം NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനാണുള്ളത്. പ്രാദേശികമായി നല്ല ബന്ധമുള്ള ഒരാൾ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വന്നു. വലിയൊരു മത്സരത്തിലേക്ക്, അല്ലെങ്കിൽ ത്രികോണ മത്സരത്തിലേക്ക് ആറന്മുള നീങ്ങുകയാണ്. എന്താണ് പറയാനുള്ളത്? ഈ പ്രദേശത്തെ ജനങ്ങളെ എനിക്കറിയാം, അവർക്ക് എന്നെയും അറിയാം. അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് യാതൊരു തടസ്സങ്ങളുമില്ല. നല്ല ബന്ധമാണ്, പരസ്പര വിശ്വാസമുണ്ട്, സഹവർത്തിത്വവും സഹജീവനവുമാണ് കഴിഞ്ഞ ഇത്രയും നാളുകളായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആറന്മുളയിലുണ്ടായത്. അതുകൊണ്ട് അവരെന്നെ കൈവിടില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടത് ഈ നാടിന്റെ വികസനമാണ്. നാടിന്റെ വികസനം ഉണ്ടാകണമെങ്കിൽ നാടിനോട് പ്രതിബദ്ധതയുള്ളവർ ജനപ്രതിനിധികളാവണം. എനിക്ക് അങ്ങേയറ്റത്തെ പ്രതിബദ്ധതയുണ്ട് എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ വോട്ട് ചോദിക്കുന്നത്. അവരെന്നെ കൈവിടില്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസം. ആറന്മുളയിൽ നിന്നും ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ശരണ്യ സ്നേഹജൻ, News 18. യെസ്, അങ്ങനെ ആരോഗ്യ കേരളം ദിവസങ്ങളോളം ചർച്ചകളിൽ നിറഞ്ഞ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യമന്ത്രിയുടെ മണ്ഡലം ഇത്തവണ പ്രധാനപ്പെട്ടതായി മാറുന്നത്.
ഇതോടൊപ്പം പ്രേക്ഷകരുമായി ചേർത്ത് വെക്കേണ്ടത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ആയിരുന്നു സംവിധായകൻ രഞ്ജിത്ത് ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിനായി എത്തിക്കുന്ന സാഹചര്യമുണ്ട്. നമുക്ക് ആ വാർത്തകളൊക്കെ വിശദമായി പരിശോധിച്ച് പോകാം. അതിനു മുമ്പ് ഒരു ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.